എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 19 വരെ. മത്തായി 20-17 മുതൽ 19 വരെ. യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 12 ശിഷ്യന്മാരെയും വേറിട്ട് കൂട്ടിക്കൊണ്ട് വഴിയിൽ വെച്ച് അവരോട് പറഞ്ഞത്: നാം യെരുശലേമിലേക്ക് പോകുന്നുവല്ലോ. അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവന് മരണശിക്ഷ കൽപ്പിച്ചു പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും. എന്നാൽ 3-ാം നാൾ അവൻ ഉയിർത്തെഴുന്നേൽക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവായ യേശു തൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് യെരുശലേമിലേക്കുള്ള യാത്രയിൽ ശിഷ്യന്മാരെ വേറിട്ട് നിർത്തി അവരോട് മാത്രം പറയുന്നു. കൊലക്കളത്തിലേക്ക് നടന്നു പോകുന്ന ഒരാൾ മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്രയിൽ അതീവ സമ്മർദ്ദത്തിലും ഒരു പരിധിവരെ ഭയത്തിലും നിരാശയിലുമൊക്കെ ആവാം യാത്ര ചെയ്യുന്നത്. എന്നാൽ കർത്താവ് യെരുശലേമിലേക്ക് ക്രൂശ് തിരഞ്ഞെടുക്കാൻ പോകുന്ന യാത്ര വളരെ അവിസ്മരണീയമായ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ആ യാത്രയിൽ ഒരുപാട് കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്നു. കുരുടർക്ക് സൗഖ്യം നൽകുന്നു, സക്കായിയെ കണ്ടുമുട്ടുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ശിഷ്യന്മാരോട് വേറിട്ട് കർത്താവ് തൻ്റെ സ്വകാര്യ കാര്യം മറ്റൊരു ആളോട് വെളിപ്പെടുത്താതെ അവരോട് പറയുകയാണ്. തൻ്റെ മരണം രക്തസാക്ഷിത്വമല്ല. രക്തസാക്ഷിത്വം തികച്ചും ആകസ്മികവും തൻ്റെ ഹിതപ്രകാരവുമോ അല്ലാതെയും വരാം. നമ്മുടെ കർത്താവ് തൻ്റെ മരണത്തെക്കുറിച്ച് വ്യക്തമായി അറിയുകയും സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയുമാണ് ചെയ്തത്. അന്നുവരെ ലോകചരിത്രത്തിൽ നിലനിന്നിരുന്ന യഹൂദന്മാരുടെ ഒരു ആചാര സംബന്ധമായ യാഗങ്ങളെല്ലാം, മൃഗങ്ങളും പക്ഷികളും ഒന്നും അറിയാതെ അതിലേക്ക് ചെന്ന് മറ്റുള്ളവരാൽ അതിന് വിധേയമാകുകയാണ്. എന്നാൽ മനഃപൂർവ്വം യാഗമായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏക വ്യക്തി നമ്മുടെ രക്ഷകനായ കർത്താവ് മാത്രമാണ്. യോഹന്നാൻ 18-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയൊക്കെ യൂദായടക്കം 12 അപ്പോസ്തലന്മാർ ഈ കൂട്ടത്തിലുണ്ട്. 2 പ്രത്യേക പരാമർശം ഏൽപ്പിക്കപ്പെടും എന്ന് 2 നിലയിൽ പറയുന്നു. മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും യഹൂദ മതാധ്യക്ഷന്മാർക്ക്, പിന്നീട് ജാതികൾ, റോമൻ ഭരണകൂടം, അങ്ങനെ ഒരു വലിയ നിര തന്നെ കർത്താവിൻ്റെ യാഗത്തിൻ്റെ പങ്കുകാരാകുന്നു. വിസ്തരിക്കുന്നതിനും അപഹസിക്കുന്നതിനും ഒറ്റുകൊടുക്കുന്നതിനും തള്ളിപ്പറയുന്നതിനുമൊക്കെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് മുൻപുള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇത് കേട്ടിട്ടും അപ്പോസ്തോലന്മാരിൽ നിന്ന് യാതൊരു പ്രതികരണവുമില്ല. ഒരു പക്ഷെങ്കിൽ 16-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ കർത്താവിൽ നിന്നുണ്ടായ പ്രതികരണമായിരിക്കാം അവരെ അതിനെ പ്രേരിപ്പിച്ചത്. അതോടൊപ്പം കർത്താവിൻ്റെ ഉയിർപ്പിനെ കുറിച്ചുള്ള വ്യക്തമായ പ്രസ്താവനയും ശ്രദ്ധേയമാണ്.
ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ യഹൂദേതരരായ റോമർക്ക് ഏൽപ്പിച്ചു കൊടുക്കും എന്നതാണ് അതിൻ്റെ അർത്ഥം. ജെറുസലേമിലേക്കുള്ള വഴിയെ നടന്നു പോകുമ്പോൾ യേശു അവരുടെ മുൻപിൽ നടക്കുന്നു. മരണം മുന്നിൽ കണ്ടുകൊണ്ട് നടക്കുന്ന ഒരാൾ മറ്റുള്ളവരുടെ പിൻപിലാകാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവ് അവരുടെ മുൻപേ നടന്നു പോകുന്നു. ഇത് ഇടയൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് പലസ്തീൻ നാട്ടിലുള്ള ഇടയന്മാർ അങ്ങനെയാണ്. ആടുകളുടെ മുൻപിൽ നടന്നു പോകുന്ന ഇടയന്മാർ. ആടുകളുടെ സംരക്ഷണത്തിനായി തൻ്റെ സ്വന്തം ജീവൻ കളയാൻ ഒരുക്കമുള്ള ഇടയന്മാർ. ആ മഹാ ഇടയനായ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി കൊലക്കളത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവരോട് ഈ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. നമ്മുടെ രക്ഷയ്ക്കായി കർത്താവ് ക്രൂശ് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു പുതിയ തുടക്കത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പുതിയ രക്ഷാസംരംഭത്തിൻ്റെ ആരംഭം കർത്താവിൻ്റെ വാക്കുകളിലുണ്ട്. പുതിയ ആരംഭവും സംരംഭവും കുറിക്കുകയാണ്. കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള യാത്രയിൽ യേശു ആയിരിക്കുന്നത് വ്യക്തമായ മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ദൈവം തനിക്കായി തയ്യാറാക്കിയ മരണത്തെ ആത്മബലിയായി സമർപ്പിക്കുന്നതിലൂടെ ലോകത്തിൻ്റെ രക്ഷ സാധിക്കുക എന്ന പുതിയ സംരംഭം, അതിന് തുടക്കം കുറിക്കുന്ന പീഡാനുഭവ പ്രവചനത്തിലൂടെയാണ് കർത്താവ് ശിഷ്യന്മാരുടെ ശ്രദ്ധയെ നയിക്കുന്നത്. ഇത് ലോകത്തിൽ എല്ലാവർക്കും ഒരു മാതൃകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ വലിയ സമ്മർദ്ദത്തിലാകുകയും യാത്ര മുൻപോട്ട് പോകാതെ തടസ്സപ്പെടുകയും ചെയ്യും. എന്നാൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്തു പോകാനുള്ള ഇച്ഛാശക്തി ക്രൂശുമരണത്തിലൂടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ധൈര്യമായി നമുക്ക് മുൻപോട്ട് പോകാം. ക്രൂശുമരണത്തെ അതിജീവിച്ചാൽ നമ്മോട് കൂടെയുണ്ട്. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ ഉറക്കവും ഉണർവും ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ സധൈര്യം ഞങ്ങളുടെ ജീവിതയാത്രയെ നേരിടാൻ സഹായിക്കണമേ. പ്രതിസന്ധികളും സമ്മർദ്ദങ്ങളും നിറഞ്ഞ യാത്രകളിൽ കർത്താവ് തൻ്റെ വഴിയാത്രയിൽ ക്രൂശുമരണത്തെ കണ്ടുകൊണ്ട് യാത്ര ചെയ്തതുപോലെ യാത്ര ചെയ്യാനുള്ള കൃപയും ഒരുക്കവും മനസാന്നിധ്യവും അടിയങ്ങൾക്ക് നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.